ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന വീഡിയോയുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുകൂടാതെ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമൻറ്റ് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ കമൻറ്റ്സ് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്നാലും കമൻറ്റ് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കമൻറ്റ് കിട്ടിയാൽ പോലും അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കമൻറ്റ് തന്നവർക്കൊക്കെ തിരിച്ച് ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട്, ആരെങ്കിലും കമൻറ്റ് അയച്ചവർക്ക് റിപ്ലൈ കൊടുക്കണം. അങ്ങനെ പറ്റുന്ന സമയമൊക്കെ ഫോൺ എടുത്ത് നോക്കി അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോഴേ നമ്മളിതേ കോലത്തും കടവിലോട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് പോകുന്നതാണ് കേട്ടോ. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മീനൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാറാണ് പതിവ്. നമ്മളിവിടെ മെയിനായിട്ട് വരുന്നത് കരിമീൻ, പള്ളത്തി, ചെമ്മീൻ അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ വരുന്നത്. അയില, മത്തി ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ചേട്ടാ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് വരുന്നത് കരിമീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കരിമീനൊക്കെ വാങ്ങി അത് ചെത്താനായിട്ട് കൊടുത്തിട്ടോ. 1 കിലോ മീൻ ക്ലീൻ ചെയ്ത് തരുന്നതിന് വെറും 30 രൂപയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോൾ കരിമീൻ വാങ്ങിച്ചാലും ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ട് പോരാറാണ് പതിവ്. വേറുള്ള മീനൊന്നും ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ മീനൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വൈക്കത്ത് വന്നിട്ട് ഓം ഗോൾഡ് ജ്വല്ലറി കയറി ഒരു കൊലുസ് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. എൻ്റെ കൊലുസ് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല, വീട് പണിയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കൊലുസ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് ഗോൾഡ് കയ്യിലുണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയ പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തയ്ച്ച് കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മളിതേ ഗോൾഡ് വാങ്ങിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നത് ചെയിൻ വാങ്ങിക്കാനെന്നായിരുന്നു. പക്ഷേ ഗോൾഡിൻ്റെ കൊലുസായതുകൊണ്ട് അമ്മ എന്നെ നല്ലോണം ചീത്ത പറഞ്ഞു കേട്ടോ. വേറൊന്നുമല്ല, അത് വളരെയധികം തിന്നായിരുന്നുകൊണ്ട് കാലെ കിടന്നാൽ പോകുമെന്നുള്ളൊരു ഇത് കാരണം അമ്മേനോട് പറഞ്ഞത് മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോൾ എന്തിനാണ് മേടിച്ചെന്ന് ചോദിച്ചെന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ നന്നായിട്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനങ്ങ് വാങ്ങിയതേ ഉള്ളൂ. എൻ്റെ എല്ലാ തോന്നിയവാസത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നത് ചേട്ടായാണ് കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് മുന്നേ എനിക്കൊരു കൊലുസുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ അറിവിൽ ഞാനിപ്പോൾ 8ാമത്തെ കൊലുസാണ് ഈ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊലുസ് മേടിക്കുമ്പോൾ എപ്പോഴും അമ്മ എന്നെ വഴക്ക് പറയും, എന്തിനാണ് മേടിച്ചിട്ട് നിനക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ നിലവിൽ 8 കൊലുസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് 8ാമത്തെ കൊലുസാണ് കേട്ടോ ഈ വാങ്ങിക്കുന്നത്. അപ്പോൾ ബോംബെ ചെയിനാണ് വാങ്ങിച്ചത്. കറക്റ്റ് 1 പവനേ ഉള്ളൂ. രണ്ടും കൂടെ കൂട്ടി. അപ്പോൾ രണ്ടും അര വെച്ചാണ് ഉള്ളത്. അപ്പോൾ കാലേന്നെങ്ങാനും പോയാലോ എന്നുള്ളത് ടെൻഷൻ അമ്മയ്ക്ക് നല്ല രീതിയിലുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എന്തിനാണിപ്പോൾ വാങ്ങിച്ചത്, ഇച്ചിരി കൂടെ പൈസ ആയിട്ട് കട്ടിയുള്ളത് വാങ്ങിച്ചാൽ പോരായിരുന്നെന്ന് ചോദിച്ചാൽ എന്നെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. ചേട്ടാ പിന്നെ ജ്വല്ലറി വെച്ച് എന്നോട് ഒന്നും പറഞ്ഞില്ല, നിൻ്റെ ഇഷ്ടത്തിന് നീ എന്ത് വേണേൽ ചെയ്തോളാൻ കേട്ടോ എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ രാഗത്തിൻ്റെ പുറത്ത് എടുത്താണ് കേട്ടോ. എനിക്ക് ജോലിയുള്ള കാലം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ്. ജോലിയുടെ കൂടെ സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൈസ എത്ര രൂപ കിട്ടിയാലും ആ പൈസയ്ക്ക് ഞാൻ അന്നേരം പോയി ഗോൾഡ് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ കല്യാണം ആയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സ്വർണ്ണം ഉണ്ടായിരുന്നു. ബാക്കിയാണ് കേട്ടോ വീട്ടുകാർ വാങ്ങിച്ചത്. അപ്പം എന്നെ ആ ഒരു കാര്യത്തിൽ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. മീൻ വറുത്തത്, മീൻ കറി, തോരൻ. അപ്പം നന്ദനാണ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത്. അതെന്തോ കായൽ മീനാണ്. അതിന് 1 കിലോയ്ക്ക് എന്തോ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കരിമീൻ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചതാണ്. അതിന് കരിമീൻ 500 രൂപ എങ്ങാണ്ടായിരുന്നു. പിന്നെ വേലിച്ചീര നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. അതെനിക്കും ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിക്കുറുമാണി എന്ന് നമ്മളിവിടെ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി തിളപ്പിച്ച് അതും നമ്മളൊന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചോറ് ഊറ്റാനുള്ള പരിപാടിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തയ്ക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതേ 11:30 ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഉച്ചയൂണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ചെറിയ ഓട്ടങ്ങളിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നിട്ടാണ് ഫുഡൊക്കെ റെഡിയാക്കിയത്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡും കഴിച്ചിട്ട് നേരെ തയ്ക്കാനായിട്ട് കയറും. പിന്നെ എനിക്ക് കുഞ്ഞൻ വരാറാവുമ്പോൾ വെളിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു പാവാടയും ബ്ലൗസും കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തയ്ക്കാനായിട്ട് കയറി കേട്ടോ. അങ്ങനെ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ്. പ്ലീറ്റഡ് സ്കേർട്ടുമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അധികം ക്രോപ്പായിട്ടല്ല, അത്യാവശ്യം ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഒരുപാട് ക്രോപ്പായിട്ട് വയറ് കാണുന്ന രീതിയിൽ വേണ്ടെന്നാണ് കേട്ടോ അവൾ പറഞ്ഞത്. വേറെ ആരുടെയല്ല, എൻ്റെ ആൻറ്റിയുടെ മോളുടെയാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കണം. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതിന് മുമ്പിൽ തീർക്കാമെന്ന് കരുതിയാണ് ഇരിക്കണത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാരി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒഴുകി കിടക്കുന്ന ടൈപ്പ് സാരിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. അത് തയ്ച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവൾക്ക് ഞാൻ എങ്ങനെ തയ്ച്ചു കൊടുത്താലും ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുനാൾ തൊട്ട് തയ്ച്ചു കൊടുക്കുന്നതാണ്. ഞാൻ തയ്ക്കാൻ തുടങ്ങിയ പ്രായത്തിൽ അവൾക്ക് 2.5 വയസ്സ് അത്രയും കണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളതെന്ന് എനിക്ക് തോന്നണം. ആ സമയത്തൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുക്ക വന്നാണ് കേട്ടോ തയ്പ്പിക്കുന്നത്. വേറെ ആര് തയ്ച്ചാലും പുള്ളിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ത് കാണിച്ചു കൊടുത്താലും അവൾക്കൊരു വിഷയവും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഞാൻ തയ്ച്ചു കൊടുത്താലേ പുള്ളിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. വേറെ ആര് തയ്ച്ചു കൊടുത്താലും അവൾക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വന്ന് എൻ്റെ അടുക്ക വന്ന് തയ്ച്ചുകൊണ്ട് പോയാലേ സമാധാനമുള്ളൂ. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. അക്കയുടെ ഇഷ്ടത്തിനൊക്കെ തയ്ച്ചോ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇതിനകത്തൊരു പണി കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ടോപ്പ് ആയതുകൊണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ തുണി വെച്ച് നമുക്ക് അത്ര സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ സ്ലീവ് എടുത്തത് അതിൻ്റെ സ്കേർട്ടിൻ്റെ പീസ് വെച്ചാണ് കേട്ടോ സ്ലീവ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ അതും കാണാനായിട്ട് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി തയ്യൽ പഠിക്കുക. വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു മാർഗ്ഗം ഇല്ലെന്ന് വേണേൽ പറയാം. കാരണം അത്യാവശ്യം തയ്ക്കാൻ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2000-3000 ഒക്കെ വെച്ച് ഡെയിലി അത്രയും സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അത്രയും രൂപ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നെപ്പോലെ ഉള്ളവരാണെങ്കിൽ അത്രയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പാടായിരിക്കും. കാരണം എനിക്കിപ്പോൾ പൊതുവേ മടിയാണ് കേട്ടോ. എന്നാലും 1000 രൂപ മിനിമം നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും നേരം ഇന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് സ്റ്റിച്ചിങ് ചാർജ് കൂടുതൽ മേടിക്കും. അങ്ങനെ മേടിക്കുന്നതിൽ എനിക്ക് തെറ്റുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് മേടിക്കാം കേട്ടോ. ഇന്നേ വരെ സ്റ്റിച്ചിങ് ചാർജ് കൂടിപ്പോയി എന്നൊരു ഇത് ആരും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ തയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് മേടിക്കുക എന്നുള്ളത്. ഞാൻ അധികം പൊതുവെ കൂടുതൽ വാങ്ങിക്കാറില്ല, കുറവ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അവൾ വീട്ടിൽ ചെന്ന് അവളുടെ ഫോണിൽ സെൻഡ് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.